ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഐഷ സ്ട്രീം വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഓവനൊന്നുമില്ലാതെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ നല്ല ജ്യൂസി ആയിട്ടുള്ള അൽഫാം ചിക്കൻ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്നാണ്. അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റിലൊക്കെ ചിക്കൻ ജ്യൂസി ആവാൻ ഷെഫുമാർ ഉപയോഗിക്കുന്ന ടിപ്പ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കൂട്ടോ. എന്നിട്ട് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കിയാലോ, നല്ല ടേസ്റ്റിയും നല്ല ജ്യൂസിയുമായിട്ടുള്ള ഈ അൽഫാം ചിക്കൻ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2.5 കിലോ ചിക്കൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് അതിൽ വെള്ളമൊക്കെ വാർത്തെടുത്ത് വെച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ അൽഫാം ചിക്കൻ ഉണ്ടാക്കുമ്പോൾ തൊലി റിമൂവ് ചെയ്യാതെയാണ് എടുക്കാറ്. എന്നാൽ ഞാൻ ഇന്നിവിടെ ചിക്കൻ്റെ സ്കിന്ന് റിമൂവ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ചിക്കൻ്റെ തൊലിയോട് കൂടിയിട്ടുള്ളതാണ് ഇഷ്ടമുള്ളതെങ്കിൽ അങ്ങനെ എടുത്താൽ മതി കേട്ടോ. അതുപോലെ ഞാനിവിടെ ചിക്കൻ കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ കട്ട് ചെയ്യാതെയും എടുക്കാം. ഇനി നമുക്ക് ഈ ചിക്കനിൽ മസാല നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ ഇതുപോലെ ഒന്ന് വരയിട്ട് കൊടുക്കാം. ഇനി നിങ്ങൾ ഫ്രൈ പാനിലാണ് ചിക്കൻ ഗ്രില്ല് ചെയ്തെടുക്കുന്നതെങ്കിൽ ചിക്കൻ പരന്ന് കിട്ടാനായിട്ട് ഒരു ചപ്പാത്തി കോല് കൊണ്ട് ജസ്റ്റ് ഒന്ന് അടിച്ച് കൊടുത്തിട്ട് എല്ലാം ഒന്നും പൊട്ടാതെ ഒന്ന് പരത്തിയെടുക്കുക. അതിനുശേഷം ഇതുപോലെ ചിക്കൻ വരയിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചിക്കൻ കഷ്ണങ്ങളൊക്കെ ഇതുപോലെ വരയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ ഒന്നും കൂടി കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം അതിലെ വെള്ളമൊക്കെ ഒന്ന് വാർത്തെടുക്കുക. ഇപ്പം ഞാൻ ഈ ചിക്കൻ നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം അതിൽ വെള്ളമൊക്കെ ഒന്ന് വാർത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ടൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക. ചൂടുവെള്ളം ഒന്നല്ല കേട്ടോ, പച്ചവെള്ളം തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ വെള്ളത്തിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കല്ലുപ്പ് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്കൊരു 1/4 കപ്പ് വിനാഗിരി, അതായത് സുർക്ക ചേർത്ത് കൊടുക്കുക. പിന്നെ ഈ വെള്ളത്തിലേക്ക് ഓരോ ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ചത് ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഈ വെള്ളത്തിലേക്ക് നമ്മൾ വരയിട്ട് കൊടുത്ത ചിക്കൻ പീസസ് ഇല്ലേ, അതെല്ലാം ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ചിക്കൻ മിനിമം ഒരു 1.5-2 മണിക്കൂറോളം ഈ വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് വെക്കുക. ഇതുപോലെ ചിക്കൻ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം കേട്ടോ വെള്ളം എടുക്കാനായിട്ട്. ചിക്കൻ ഇതുപോലെ സുർക്ക വെള്ളത്തിൽ 2 മണിക്കൂറോളം ഇട്ട് വെച്ചിട്ട് അൽഫാം ഉണ്ടാക്കിയാൽ ചിക്കൻ നല്ല ജ്യൂസി ആയിട്ടും ടെൻഡറായിട്ടും കിട്ടും. അപ്പോൾ ഞാനിവിടെ നമ്മളെടുത്ത മുഴുവൻ ചിക്കൻ പീസസും ഈ വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചതിന് ശേഷം റെസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ അടച്ച് വെക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു മസാല പൗഡർ റെഡിയാക്കി എടുക്കാം. അതിനായിട്ടൊരു പാനിലേക്ക് ചെറിയ 3 പീസ് പട്ട, പിന്നെ 5 വറ്റൽമുളക്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഏലക്ക, പിന്നെ 1/4 ടീസ്പൂൺ ഗ്രാമ്പു, പിന്നെ ഒരു ബേ ലീഫ്. ഞാൻ ഈ ബേ ലീഫ് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതാണ് 3 പീസായിട്ട് കാണുന്നത്. പിന്നെ 1/2 ടീസ്പൂൺ വലിയ ജീരകം, അതായത് പെരിഞ്ജീരകം, പിന്നെ ഒരു 3/4 ടേബിൾ സ്പൂൺ ചെറിയ ജീരകവും 1 ടേബിൾ സ്പൂൺ കുരുമുളകും ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ടെടുക്കുക. ഇപ്പോൾ ഇതെല്ലാം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് വേറൊരു മിക്സിയുടെ ജാറിലേക്ക് 4 പച്ചമുളകും 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും 3 ചെറിയ പീസ് ഇഞ്ചിയും 2 മീഡിയം സൈസിലുള്ള തക്കാളി കട്ട് ചെയ്തെടുത്തതും 1 സവാള കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് പുതിനയിലയും 1 പിടി മല്ലിയിലയും 1 മാഗി ക്യൂബും 2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിലും ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ അടുത്ത് ഒലീവ് ഓയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്താലും മതി. പിന്നെ ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക. ഇപ്പം ഞാനിതെല്ലാം നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇപ്പം നമ്മൾ ചിക്കന് വിനീഗറിൻ്റെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ഒരു 3 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ചിക്കൻ വെള്ളത്തിൽ നിന്നും കോരി മാറ്റിയിട്ട് വെള്ളം വാരാനായിട്ട് ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഇട്ട് വെക്കുക. ഈ ചിക്കനിലെ വെള്ളം മുഴുവനും വാർത്തെടുത്തതിന് ശേഷമാണ് നമ്മളിതിൽ മസാല തേച്ച് പിടിപ്പിക്കുന്നത്. ഇപ്പോൾ ഈ ചിക്കനിലെ വെള്ളമൊക്കെ നല്ലതുപോലെ വാർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കനിൽ മസാല പുരട്ടി വെക്കാം. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് നമ്മൾ സവാളയും പച്ചമുളകും തക്കാളിയും തുടങ്ങിയ വെജിറ്റബിൾസൊക്കെ അരച്ചെടുത്തില്ലേ, ആ കൂട്ടി ഈ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചെടുത്ത മസാല പൗഡർ ഇല്ലേ, അത് മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക.
പിന്നെ ഇതിലേക്ക് നല്ലൊരു കളറിന് വേണ്ടിയിട്ട് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ഒരു മാഗി ക്യൂബ് മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഈ മസാല നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ മസാലയിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് ചിക്കനിൽ മസാല നല്ലതുപോലെ ആവുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ചെടുക്കുക. ഈ ചിക്കൻ കഷ്ണങ്ങൾ മുഴുവനായിട്ടും ഞാൻ ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ചിക്കനിൽ വരയിട്ട് കൊടുത്തില്ലേ, അതിലേക്കൊക്കെ ഈ മസാല നല്ലതുപോലെ ഇറങ്ങുന്ന രീതിയിൽ ചിക്കനിൽ മസാല നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കുക കേട്ടോ. ഇപ്പം ഞാൻ ഈ ചിക്കനിൽ മസാല നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് മിനിമം ഒരു 4 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് എടുത്ത് വെക്കുക. ഓവർനൈറ്റ് വെക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഇപ്പം ഞാൻ 4 മണിക്കൂറിന് ശേഷം ചിക്കൻ ഫ്രിഡ്ജിൽ നിന്നും പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇത് ഓവനിലോ അല്ലെങ്കിൽ ഫ്രൈ പാനിൽ കുറഞ്ഞ ഓയിൽ ഒഴിച്ചിട്ടോ ഗ്രില്ല് ചെയ്തെടുക്കുക. ഞാനിവിടെ ഈ ചിക്കൻ ഓവനിലും ഫ്രൈ പാനിലൊന്നും വെച്ചിട്ടല്ല കേട്ടോ ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. ഞാൻ ഈ ചിക്കൻ ഈ ഒരു ഗ്രില്ലിൽ വെച്ചിട്ട് ഈ ഗ്രില്ല് ആലുവ അടുപ്പില്ലേ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് ഗ്രില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ഈ ഗ്രില്ലിൽ ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കുക. ഈ ചിക്കൻ പീസസ് മുഴുവനായിട്ടും ഒറ്റ ട്രിപ്പിൽ ഈ ഗ്രില്ലിൽ വെച്ച് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനിത് 2 ബാച്ചായിട്ട് വെച്ച് കൊടുത്തിട്ടാണ് കേട്ടോ ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ബാച്ച് വെച്ച് കൊടുത്തതിന് ശേഷം ഈ ഗ്രില്ല് ഇതുപോലെ ലോക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ഗ്രില്ല് നമ്മൾ ആലുവ അടുപ്പിൽ കനൽ ഇതുപോലെ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. തീ ആളി കത്തിക്കാതെ നല്ല കനലിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇത് ഗ്രില്ല് ചെയ്തെടുക്കാൻ. ഈ അടുപ്പ് റൗണ്ടിലും എൻ്റെ ഗ്രില്ലാണെങ്കിൽ റെക്റ്റാങ്കിൾ ഷേപ്പിലാണ്. അതുകൊണ്ട് ചൂട് എല്ലാ ഭാഗത്തും ഒരുപോലെ തട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ 2 അറ്റവും മാറി മാറി നീക്കി വെച്ച് കൊടുത്തിട്ടാണ് കേട്ടോ ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. ഞാനിപ്പോൾ ഈ ചിക്കൻ വെച്ച് കൊടുത്തിട്ട് 1/2 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഗ്രില്ല് തിരിച്ച് വെച്ച് കൊടുക്കാം. ഈ അടുപ്പ് റൗണ്ട് ഷേപ്പിലായതുകൊണ്ടാണ് കേട്ടോ 1/2 മണിക്കൂറൊക്കെ എടുത്തത്. അല്ലാന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പ് തന്നെ ഇതിൻ്റെ ഒരു സൈഡ് വെന്ത് കിട്ടും. ഗ്രില്ല് തിരിച്ച് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കുറച്ച് ഒലീവ് ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഏതാണ് നിങ്ങളുടെ അടുത്തുള്ളത് വെച്ചാൽ അത് ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഗ്രില്ലിൻ്റെ 2 അറ്റവും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വെച്ച് കൊടുത്തിട്ട് വേവിച്ചെടുക്കുക. ഞാൻ ഇതിനു മുമ്പ് ഫ്രൈ പാനിൽ അൽഫാം ചിക്കൻ റെഡിയാക്കി എടുക്കുന്ന വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ആലുവ അടുപ്പിൽ അൽഫാം ചിക്കൻ ഗ്രില്ല് ചെയ്തെടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതൊന്ന് ചെയ്ത് കാണിക്കുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ഈ അടുപ്പിൽ വെച്ചിട്ടും നല്ല പെർഫെക്റ്റായിട്ട് തന്നെ ചിക്കൻ ഗ്രില്ല് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഈ ചിക്കൻ്റെ 2 വശവും നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ ചിക്കൻ വെന്തോന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു പപ്പടക്കോല് കൊണ്ട് ഇതുപോലെ ഒന്ന് കുത്തി നോക്കിയാൽ മതി. കണ്ടോ, കുത്തി നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാൻ പറ്റും ഈ ചിക്കൻ എത്രത്തോളം നല്ല സോഫ്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ബാച്ച് അൽഫാം ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ കനലിൽ നിന്നും എടുത്തു മാറ്റാം. ഈ ഗ്രില്ലിന് നല്ല ചൂടുണ്ടാവും, അതുകൊണ്ട് കൈ പൊള്ളാതിരിക്കാൻ ഞാനൊന്ന് ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ ഈ ചിക്കൻ ഈ ഗ്രില്ലിൽ നിന്നും എടുത്തു മാറ്റുന്നത്. കണ്ടോ, നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്നത് പോലെ ചിക്കൻ നല്ല ജ്യൂസി ആയിട്ട് തന്നെയാണ് വെന്ത് കിട്ടിയിട്ടുള്ളത്. ഇനി ഈ ചിക്കൻ ഈ ഗ്രില്ലിൽ നിന്നും ഒരു ബൗളിലേക്ക് എടുത്ത് മാറ്റുക. എന്നിട്ട് ബാക്കിയുള്ള ചിക്കനും ഇതുപോലെ ഗ്രില്ല് ചെയ്തെടുക്കുക. ചിക്കൻ പീസസ് ഇതുപോലെ ഗ്രില്ലിൽ പറ്റി പിടിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞെടുത്തിട്ട് വേണം കേട്ടോ 2ാമത്തെ ബാച്ച് ചിക്കൻ വെച്ച് കൊടുക്കാനായിട്ട്. ഇപ്പം ഞാനിവിടെ ബാക്കിയുള്ള ചിക്കൻ പീസസും ഈ ഗ്രില്ലിൽ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതും നമ്മൾ നേരത്തെ ഗ്രില്ല് ചെയ്തെടുത്തതുപോലെ ഗ്രില്ല് ചെയ്തെടുക്കുക. ഇപ്പം ഞാനിവിടെ ചിക്കൻ മുഴുവനും ഗ്രില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്നത് പോലെ നല്ല ടേസ്റ്റിയും നല്ല ജ്യൂസിയുമായിട്ടുള്ള അൽഫാം ചിക്കൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ അൽഫാം ചിക്കൻ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടി ഓണാക്കി വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം. താങ്ക്